ലോക രക്ഷകനായ രക്ഷകന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന, ഹൃദയത്തിന് സന്തോഷം പകരുന്ന, ആത്മചൈതന്യം പകരുന്ന, പ്രത്യാശ ഉളവാക്കുന്ന ഒരു വലിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിൻ്റെ ഇരുപുറങ്ങളിലും ഞങ്ങൾ ഘടിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ ഫ്ലെക്സ് ബോർഡുകളിലേക്ക് നിങ്ങൾ കണ്ണുകളെ പായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ സുഖം തേടി മുഖം നഷ്ടപ്പെട്ടവരായുടെ ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന മദ്യവും മയക്കുമരുന്നുകളും പാലുൽപ്പന്നങ്ങളും കൊണ്ട് നൂറുകണക്കിന് വ്യക്തികൾ മാരകമായ ക്യാൻസറിൻ്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അങ്ങനെയുള്ള വിധികളെ ലോകരക്ഷകന്റെ സന്ദേശത്തിലൂടെയും ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതും അതിപ്രധാനമായ ചില യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഈ ശബ്ദ പരിധിയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുക. മദ്യപാനികളുടെ എണ്ണം, മദ്യപിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ മദ്യം ആരാണ് ആദ്യം ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല. ഡച്ചുകാരാണ് ഇന്ത്യയിലേക്ക് മദ്യം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതേ തുടർന്ന് വന്ന ബ്രിട്ടീഷുകാരാണ് അത് എക്സൈസ് നിയമമാക്കി മാറ്റിയത്. മീതയിൽ ആൽക്കഹോളിനകത്ത് വെള്ളം ചേർത്ത് കളറുകളിട്ട വിദേശമദ്യം എന്ന പേരിൽ ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ 880-ലധികം ബാറുകളുണ്ട്, 1050-ലധികം ഷാപ്പുകളുണ്ട്, 365-ലധികം മദ്യ ഔട്ട്ലെറ്റുകളുണ്ട് സർക്കാരിൻ്റെതായിട്ട്. ഇന്ന് നമ്മൾ മദ്യപിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം, വ്യക്തികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരുപക്ഷെ അതിൻ്റെ ലഭ്യത കൊണ്ടാവാം. കേരളത്തിലെ 80 കാലഘട്ടങ്ങളിൽ മദ്യപിക്കുന്നവരുടെ പ്രായം 40 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് 13-ലും 15-ലും എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ ഒരു കുട്ടി, 13 വയസ്സുകാരൻ, ക്ലാസ്സിൽ അക്രമസക്തമായ അന്തരീക്ഷമുണ്ടാക്കി. അധ്യാപകരും വിദ്യാർത്ഥികളും നിയന്ത്രിച്ചിട്ട് വരുതിയിൽ വരാതെ വന്നപ്പോൾ പോലീസിനെ വിളിക്കേണ്ടി വന്നു. പോലീസിനെ വിളിച്ച് അവനെ വിശദമായി പരിശോധിച്ചപ്പോൾ, ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എൻ്റെ പപ്പ, എൻ്റെ അപ്പൻ മദ്യപിക്കുന്ന മനുഷ്യനാണ്. എന്നും രാത്രി കുടിച്ചിട്ട് ടിവിയുടെ പുറകിൽ ബാലൻസ് വരുന്നത് ഒളിച്ചു വയ്ക്കും. ഞാനും എടുത്ത് കുടിക്കും. പക്ഷെ ഇന്ന് പിടിച്ചപ്പോൾ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഇത്രയും പ്രശ്നമുണ്ടായത്. അപ്പോൾ നോക്കിക്കേ, മദ്യം കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും കഴിപ്പിക്കുന്നതല്ല. സ്വന്തം വീടിനകത്ത് ബാറാക്കുന്നവൻ, മദ്യം കൊണ്ടെന്ന് ഒളിപ്പിച്ച് വെച്ച് കുടിക്കുന്ന മനുഷ്യ, കുടിപ്പിക്കുന്ന മനുഷ്യ, തലമുറ അത് കണ്ടാണ് വളരുന്നത്. മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യപിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും മദ്യപിക്കാത്തപ്പോൾ പറയുന്ന കാര്യങ്ങളും പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ്. മദ്യമൊരിക്കലും മനുഷ്യന് യഥാർത്ഥമായ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. ഇവിടെ ഒരു മതങ്ങളും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു ദൈവങ്ങളും മദ്യപാനം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവരും എല്ലാ ദൈവങ്ങളെ ഇഷ്ടപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ മദ്യപിക്കുന്നു. കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് ഇവിടുത്തെ അബ്കാരികൾ ഡൊണേഷനായിട്ട് നൽകുന്നു. അത് വാങ്ങി റോഡ്, പാലം പോലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സർക്കാർ പറയുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സുഹൃത്തെ, താങ്കൾ മദ്യപിച്ചിട്ട് എന്ത് നേടി? മദ്യപാനം കൊണ്ട് ഇന്നുവരെ ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. മദ്യപിക്കുന്ന മനുഷ്യൻ തന്റെ ആരോഗ്യത്തെ, തന്റെ പ്രാണനെ, തന്റെ സമ്പത്തിനെ, സാമൂഹ്യ ജീവിതത്തെ, കുടുംബത്തെ, തലമുറകളെ, വ്യക്തിബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. സ്ഥിരമായി മദ്യം കഴിക്കുന്ന മനുഷ്യന് മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകുന്നു. സുഹൃത്ത്, സ്നേഹിത, ആരും ഒരു കുപ്പി കുടിച്ചുകൊണ്ടല്ല മദ്യപാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഉത്സവങ്ങളിലോ പെരുന്നാളുകളിലോ ആഘോഷങ്ങളിലോ കൂട്ടുകാർ വെച്ച് നെറ്റിയ ഗ്ലാസിൽ നിന്നും സിപ്പ് ചെയ്തുകൊണ്ട് കുടിയാരംഭിക്കുന്നയാൾ ചില നാളുകൾ കഴിയുമ്പോൾ ബാറിലോ ഷാപ്പിലോ അക്കൗണ്ടുള്ളവരായിട്ട് മാറുകയാണ്.
മദ്യം ഒരു വലിയ മഹാവിപത്താണ്. മദ്യം ആര് കഴിച്ചു തുടങ്ങുന്നുവോ, ആര് കഴിക്കുന്നുവോ, മദ്യം അതിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാനിടയാകും. ഡോക്ടർമാർ മദ്യപിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയ ചരിത്രം നമ്മൾ കണ്ടു. IAS മദ്യം കഴിച്ച് ഒരുത്തിന് വണ്ടി ഇരിപ്പിച്ച് കൊന്നത് നമ്മൾ കണ്ടു. ഏത് ജാതിയിലോ ഗോത്രത്തിലോ വർഗത്തിലോ പെട്ടവനാകട്ടെ മദ്യം കഴിച്ച മദ്യത്തിന്റെ തനി ഗുണം സ്വഭാവം കാണിക്കും. കാരണം മദ്യത്തിന്റെ ജാതിയോ വർഗമോ വർണ്ണമോ സ്വഭാവമൊന്നുമില്ല. ആര് കഴിച്ചാലും മദ്യത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത്? ഖുർആൻ പറയുന്നു, മദ്യപിക്കുന്ന മനുഷ്യൻ തന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തുന്നു. ഇതിഹാസ ചരിത്രങ്ങളിൽ മദ്യപിക്കുന്ന മനുഷ്യൻ തന്റെ ലക്ഷ്യസ്ഥാനം കാണുവാൻ കഴിയില്ല എന്ന് പറയുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സുഹൃത്ത്, മദ്യം കഴിച്ച് ഇന്നുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല, ആരും സമ്പാദിച്ചിട്ടില്ല. നമ്മുടെ സമ്പാദ്യം കൊണ്ട്, കുടിയന്മാരുടെ സമ്പാദ്യം കൊണ്ട് ബാർ മുതലാളികളും ഷാപ്പ് മുതലാളിമാരും രക്ഷപ്പെട്ടു. അവരുടെ തലമുറകളൊക്കെ രക്ഷപ്പെട്ടു. അവരൊക്കെ പഠിക്കുന്നത് വിദേശത്താണ്. നീ രോഗിയായി, കള്ളുകുടിച്ച് രോഗിയായി, ബാറിൽ പോയി അടിച്ച് ഫിറ്റായി, സാമൂഹിക വിരുദ്ധ പ്രശ്നങ്ങളുണ്ടാക്കി കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നിന്റെ തലമുറ അത് കണ്ടുപഠിച്ചു. നീ രോഗിയായി അടുത്ത തലമുറയ്ക്ക് മദ്യപാനശീലം കൈമാറി നിന്നെ ചികിത്സിക്കാൻ നീ കുടിച്ച ഷാപ്പിലെ മുതലാളിയുടെ മകൻ വന്ന് നിന്നെ ചികിത്സിക്കും. നീ ബ്രാൻഡി ഒഴിച്ചു കൊടുത്ത മകന്, അപ്പനും മകനും ഷിയേഴ്സ് പറഞ്ഞു കുടിച്ച് 35 വയസ്സായപ്പോൾ നിന്റെ മകനും രോഗിയായി മദ്യപാനത്തിലൂടെ. അവൻ കഴിച്ചത് ഷാപ്പിലല്ല, ബ്രാൻഡിയ. ആ ബാർമുലാലിന്റെ മകൻ വിദേശത്ത് ഡോക്ടറായി തിരിച്ചു വന്ന് നിന്റെ തലമുറയെ ചികിത്സിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല, നിന്റെ മകൻ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, അഥവാ ജോലിക്കാരനാണെങ്കിലും ഒന്നും സാധിക്കുന്നില്ല. ഇഷ്ടംപോലെ മദ്യം ഇവിടെ പുഴ പോലെ ഒഴുകുകയല്ലേ സുഹൃത്തേ. കേരളത്തിൽ 4.5 കോടി ജനമുണ്ട്. 1.25 കോടി ജനം സമ്പൂർണ്ണം മദ്യപാനത്തിലാണ്. 1995 ആന്റണി സർക്കാർ ചാരായം കേരളത്തിൽ നടപ്പിലാക്കിയത്. അതേ തുടർന്ന് വന്ന ഭരണ സംവിധാനങ്ങളും നടത്തുകയും തുടരുകയൊക്കെ ചെയ്തു. തുടർ ഭരണക്കാരായിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളിങ്ങനെ വഴി പ്രസംഗിക്കുമ്പോൾ ഒരു കുടിയും വന്നിട്ട് പറയുക, ഇടതും ഭരിച്ചാലും ശരി, വലതും ഭരിച്ചാലും ഒരു നടുവൻ കൂടി വന്നാലും കുടിയന്മാരായ ഞങ്ങൾ കുടിച്ചു ഭരിക്കുമെന്ന്. സുഹൃത്തെ, ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഭരണം എന്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് ഈ മദ്യം ഈ നാട്ടിൽ തുളച്ചു മാറ്റുമെന്ന്. സുഹൃത്തിന് ഗാന്ധിസം പറയുന്നവർ ഗാന്ധിയന്മാർ നമ്മുടെ നാട്ടിലില്ല. അന്തിമയങ്ങുമ്പോൾ ഗാന്ധിത്തലയുമായി ബാറിന്റെ രണ്ട് മൂലയിലേക്ക് എത്തുന്ന ഗാന്ധിയന്മാരെ കൊണ്ട് നമ്മുടെ നാട് നിറയപ്പെടുകയാണ്. സുഹൃത്ത്, മദ്യ നിരോധനമുണ്ട്. മദ്യം കഴിക്കുന്ന മനുഷ്യൻ തന്റെ ആയുഷ്യന്, ഞങ്ങളിങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, സെക്രട്ടേറിയറ്റ് തന്നെ പോയി പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ കവലയിൽ വന്ന് ശബ്ദകോലാഹലം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സെക്രട്ടേറിയറ്റ് പറയേണ്ട ആൾക്കാരെയാണ് വോട്ടെടുപ്പിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ, സംവിധാനത്തിലൂടെ ജയിപ്പിച്ച് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും വിട്ടത്. അവിടെ ചെന്ന് ഉറക്കം തൂങ്ങാനല്ല, അവിടെ ചെന്ന് ഇങ്ങനെയുള്ള സാമൂഹ്യ വിഭക്തികൾക്കെതിരെ പ്രസംഗിക്കാനാ, ശബ്ദമുയർത്താനാണ് ജയിപ്പിച്ചു വിട്ടത്. ജയിപ്പിച്ചു വിട്ട നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ സംഘടനകൾ ഇങ്ങനെയുള്ള രാഷ്ട്രത്തിന്റെ അനുമതികളും ഇവിടുത്തെ നിയമത്തിനെ അനുസരിച്ചുകൊണ്ട് നിയമ സംഹിതയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവിടുത്തെ മതങ്ങളും പള്ളികളും സംഘടനകളും പാർട്ടികളുമൊക്കെ ഇതിനെതിരെ പ്രസംഗിക്കേണ്ടവരും നിർത്തലാക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. പക്ഷെ അവർക്കൊക്കെ കൈകളിലേക്ക്, പോക്കറ്റുകളിലേക്ക് കോടികൾ എഴുതി അത് ഒഴുകിയെത്തുകയാണ്. അതിന്റെ പിൻബലത്തിൽ അവരാരും എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കത്തില്ല, പ്രതികരിക്കത്തില്ല. കാരണം അവരുടെ പാർട്ടിയിൽ അണികളായി തീരുവാൻ, സംഘടനകളിൽ ആൾക്കാർ കൂടുവാൻ മദ്യമില്ലാതെ പറ്റുമോ? മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏത് ആഘോഷങ്ങളിലും മദ്യമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സുഹൃത്ത് സ്നേഹിത, മദ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗവും കോഴിക്കോട്ടെ മനഃശാസ്ത്ര വിഭാഗവും തമ്മിൽ 2013 ഒരു സർവേയിൽ അവർ പറഞ്ഞു, മദ്യം കഴിച്ചു തുടങ്ങുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. മദ്യം കഴിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ പറയും, ഞാനല്ല കുടിക്കുന്നത്, എന്നെ ആരും നിയന്ത്രിക്കേണ്ടത്, എനിക്കറിയാം. ചില നാളുകൾ കഴിയുമ്പോൾ ആ മനുഷ്യൻ മദ്യം കഴിച്ച് വഴിയിലോ കടത്തിണ്ണകളിലോ ബസ് സ്റ്റാൻഡിലോ കിടന്നുറങ്ങുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് വരും. 3ാമത്തെ സ്റ്റേജ് അക്രമസത്തനാകും. അപ്പനെ തല്ലും, അമ്മയെ തല്ലും, ഭാര്യയെ തിരിച്ചറിയത്തില്ല, മക്കളെ തിരിച്ചറിയത്തില്ല, പെൺമക്കളെ തിരിച്ചറിയത്തില്ല, പെണ്ണുങ്ങളെ തിരിച്ചറിയത്തില്ല, സ്ത്രീകളെ എങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല. മദ്യമവന്റെ തലച്ചോറിനെ ആക്രമിച്ച് കീഴടക്കി മദ്യത്തിന്റെ കരകളിൽ അവൻ അമർന്നുപോയിരിക്കും. സുഹൃത്തെ,
നമുക്കറിയാം, കേരളത്തിലെ 80% വരുന്ന മദ്യപാനികളിൽ കൊറോണയുടെ കാലഘട്ടം വരെ 75% മദ്യപാന രോഗികളായിരുന്നു. എന്തായിരുന്നു അവരുടെ ലക്ഷണം? കുളിക്കാത്ത, പല്ല് തേക്കാത്ത, വസ്ത്രം ധരിക്കാത്ത, നാമമാത്രമായി വസ്ത്രം ധരിച്ചുകൊണ്ട് വഴിയിലൂടെ സഞ്ചരിച്ച് ആരെ കണ്ടാലും 10 രൂപ ചോദിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് താണുപോയ ഒരു മനുഷ്യനുണ്ടോ? അവന്റെ പേരാണ് മദ്യപാന രോഗി. സുഹൃത്ത്, അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോഴും മദ്യത്തിൽ ആരാണെന്ന്, മനുഷ്യനാരെന്ന് ചോദിച്ചാൽ അത് മലയാളിയെ കൊണ്ട് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഏത് സമയത്തും സമയകാല ഭേദബോധമില്ലാതെ മദ്യം കഴിക്കുന്ന മനുഷ്യനാണ് മലയാളി. സുഹൃത്ത്, എന്നാൽ ലോകത്തിൽ എവിടെ ചെന്നാലും ഒരു മലയാളിയെ കാണുവാൻ കഴിയുന്നു. അത്ര പ്രബുദ്ധതയുള്ളവനാണ്, വിദ്യാസമ്പന്നനാണ്. അവയെ കേരളത്തിലെ ജനം ചന്ദ്രനിൽ ചെന്നാൽ അവിടെയും ഒരുപക്ഷെ കണ്ടേക്കാം എന്ന് പറയുന്ന അതിശോക്തി കലർത്തുന്ന അല്ലെങ്കിൽ അത്ഭുതമായ മലയാളി സമൂഹത്തെക്കുറിച്ച് അഭിമാനപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ കുറേ നാളുകളായിട്ട് കേരളത്തിൽ മദ്യം കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പാൻപരാഗും പാൻമസാലയും മറ്റൊരു ഭാഗത്ത് MDMA കഴിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സ്വഭാവത്തിന് വളരെ വൈകൃതങ്ങൾ ഉണ്ടാകുന്നു. വാഴക്കൂലി അറക്കുന്ന ലാഘവത്തോടെ അവൻ മനുഷ്യന്റെ തലവയ്യും. കോട്ടയം DSP നാള് കഴിഞ്ഞൊരു ദിവസം പറയുവാനിടയായി, 51 വെട്ടുവെക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ MDMA ഉപയോഗിച്ചു തുടങ്ങിയതാ. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുഖത്ത് അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. സുഹൃത്ത്, രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ അതിനകത്തുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ സുവിശേഷകന്മാരെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. ഞങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നവരെ രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. പക്ഷെ ഭരിക്കുന്നവരാരോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് സുവിശേഷകന്മാരായിരിക്കുന്നത് ഞങ്ങൾ. മാത്രമല്ല, സുവിശേഷകന്മാരുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ആരും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗരുടെ മക്കളായി ഈ ലോകത്തിലേക്ക് വന്നവരല്ല. 1ാം ക്ലാസ് കത്തിക്കുത്തുകാര്, പോലീസിനെ തല്ലിയവര്, സെൻട്രൽ ജയിലിൽ കിടന്നവര്, നാടിന് തലവേദനയായിരുന്നത്, വിധവയുടെ വീട് തല്ലിപ്പൊളിച്ചവര്, പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവര്, അങ്ങനെ മദ്യം കഴിച്ച് വഴിയിൽ അലമ്പുണ്ടാക്കിയവരെയൊക്കെ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത്. എനിക്ക് 1993 ഞാനും ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു. കൈക്കടിച്ച് വീഴിക്കാൻ പറ്റിയാത്തവനെ വടിക്കടിച്ച്, പുല്ലുരിക്കടിച്ച് വീഴിച്ചിട്ട് അവന്റെ തലയിൽ കല്ലുകൊണ്ടിടിച്ച് പൊട്ടിച്ചു. അങ്ങനെ എന്റെ വൈരാഗ്യം തീർത്തയാളാ. ജീവിതത്തിൽ സ്വസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ, സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ, മാനസിക വൈകല്യമുള്ളവൻ, മാനസിക രോഗിയായി മാറിയപ്പോൾ യേശുവിന്റെ സുവിശേഷം എന്നെ രൂപാന്തരപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ ദൈവത്തില്ലാതെ ഒരു മനുഷ്യനെയും പേടിയില്ലാതെ ജീവിച്ചതിനാ. നിയമങ്ങളെയോ നിയമസംഹിതകളോ പള്ളികളെയോ ഭരണാധികളോ മനുഷ്യനോ പണത്തിനോ കത്തിയോ തൂക്കിനോ ഭയമില്ലാതെ കോട്ടയം ജില്ലയിൽ ജീവിച്ചൊരു ചെറുപ്പക്കാരനാ. ഇന്ന് 54 വയസ്സുണ്ട്. 25 വയസ്സിൽ യേശു സന്ദർശിച്ചില്ലെങ്കിൽ എന്റെ പൊടി പോലും കാണത്തില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കത്തില്ല ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിച്ചാൽ. സുഹൃത്തെ, അതുകൊണ്ട് ഇത് മതത്തിൽ ചേർക്കുന്ന പരിപാടിയോ ഇത് മതമുണ്ടാക്കാൻ ഇറങ്ങിയ പരിപാടിയൊന്നുമല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യമാണ്. ഞങ്ങൾ പിടിപ്പിച്ച യേശു താങ്കളെ മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, പുകവലിയിൽ നിന്നും, പാൻപരാഗിൽ നിന്നും, ക്രിമിനൽ സ്വഭാവത്തിൽ നിന്നും, സ്വഭാവ വൈകല്യത്തിൽ നിന്നും, വൈകൃതത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ശക്തമായൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തരിലും മറ്റെവിടെയും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിയമിക്കപ്പെട്ട ഒരു നാമം യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. യേശു ആരാണ്? യേശു ലോകത്തിന്റെ രക്ഷകനാണ്. യേശു ആരാണ്? യേശുവാണ് ഏകസത്യ ദൈവം. യേശുവാണ് സർവശക്തിയുള്ള ദൈവം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചു അടയ്ക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ശ്രീ യേശു ക്രിസ്തുവാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് യേശുവിന്റെ മാർഗ്ഗക്കാരെ കൊന്നുപിടിക്കാൻ ഓടിയപ്പോൾ സ്വർഗത്തിൽ മിന്നലേറ്റ് അവൻ അവിടെ വീണു. അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അങ്ങനെ യഹൂദമതം വിട്ട് ക്രിസ്തുയാനിയായി ക്രിസ്തുമാർഗത്തിലേക്ക് പൗലോസ്ലീഹ ആയിത്തീരുവാനിടയാക്കിയിരുന്നു. ശൗൽ എന്ന് പറയുന്നവൻ പൗലോസായി. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്ത്യാനിയായി രക്തസാക്ഷിത്വം വരിച്ചവൻ, രക്തം കൊടുത്തവൻ. യേശുവിന്റെ രക്തവും പൗലോസിന്റെ രക്തവും അപ്പോസ്തലന്മാരുടെ രക്തവും സുവിശേഷകന്മാരുടെ രക്തം കൊണ്ട് പടുത്തുയർത്തിയ പ്രസംഗമാണിത്. അതിന്റെ ശൈലിയാണിത്, അതിന്റെ കളമാണിത്. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങളും യേശുവിനെ പ്രസംഗിക്കുന്നത്. സുഹൃത്തെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ആ യേശുവിനായിട്ട് ഹൃദയം കൊടുത്താൽ, ആ യേശുവിനെ വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതം ധന്യമായി തീരും, ജീവിതം സുഖകരമായി തീരും.
സമാധാനമുള്ളതായിത്തീരും. തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. സമൂഹം നിന്നെ ബഹുമാനിക്കും. നിനക്കിപ്പോഴുള്ളതായിരിക്കുന്ന അത് എല്ലാവിധമായ അവസ്ഥകളെ മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി ഉയർത്തുന്ന ഒരു യേശുവുണ്ട്. ഉരുക്കുകല്ല് കൊണ്ട് ഉലകത്തേക്ക് അടിച്ചു മുറിച്ച നെപ്പോളിയൻ തനിക്ക് നേരെ പാഞ്ഞു വന്ന തിരമാലകളെ നോക്കിക്കൊണ്ട് നീയും ഒരു രാജ്യമെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ അലക്സാണ്ടർ, തൊഴിലാളികളെ മനസ്സുണർത്തിയ ജോസഫ് സ്റ്റാലിൻ, മതമനുഷ്യനെ മയക്കുന്ന ഗറപ്പെന്ന് വിളിച്ചു പറഞ്ഞ കാറൽ മാർക്സ്, ഇവരെല്ലാം മരിച്ചു മണ്ണടിഞ്ഞു. അവരുടെ കല്ലറകളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുമ്പോൾ പലസ്തീനിൽ ഒരു കല്ലറയുണ്ട്. ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ കല്ലറ. ആ കല്ലറകളുടെ മേൽ യഹൂദന്മാരവനെ കൊന്ന് അതിനകത്ത് വെച്ച് പക്ഷേ കല്ലറയുടെ നിയമങ്ങളെ, ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ആ കവാടത്തിന്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യേശു മരിച്ചവനായിരുന്നു, ഇതാ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിതാവിന്റെ വലത്ത് ഭാഗത്തേക മധ്യസ്ഥനായി സകല മാനവരാശിക്കുമുള്ള രക്ഷകനായിട്ട് യേശുവിനും ജീവിക്കുന്നു. ലോകത്തിൽ 3.5 ദശലക്ഷം ജാതികളുണ്ട്. ലോകത്തിൽ 850 കോടി ജനമുണ്ട്. 4 വൻകര 5 ഭൂഖണ്ഡം. ഇന്ത്യയിൽ ഏതാണ്ട് 137 കോടി ജനമുണ്ട്. സുഹൃത്ത്, ഇവിടെ 1355 ഭാഷകളുണ്ട്. 1265 ഭാഷകൾക്ക് ലിപിയുള്ള അതെല്ലാം ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളാണ്. ജാതി ചോദിക്കരുത്, ജാതി പറയുമെന്ന് പറഞ്ഞ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ ജനിക്കപ്പെട്ട നാടാണിത്. സുഹൃത്ത്, പക്ഷെ നമ്മളൊരു ആവശ്യത്തിന് വില്ലേജിൽ ചെന്ന് അവിടെ നമ്മൾ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ 30,000 ജാതിയുണ്ട്. കേരളത്തിൽ 3000-ലധികം ജാതിയുണ്ട്. 350-ലധികം ആദിവാസി സമൂഹമുണ്ട്. ആദിവാസി എന്ന് പരിഹസിച്ച് വിളിച്ചതാ. എന്നെ കേൾക്കുന്ന താങ്കൾ ഏതെങ്കിലും ജാതിയിലോ ഗോത്രത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ടവനായിക്കൊള്ളട്ടെ, താങ്കളുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ രക്ഷ യേശു ക്രിസ്തുവിലാണ്. ഉലകമഹാന്മാർ അവരൊക്കെ ലോകത്തിൽ ജനിച്ചു തത്വസംഹിതകളും തത്വജ്ഞാനികളും ഇസങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവര് ഈ ലോകം വിട്ടുപോയി. അവർ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ പ്രസംഗിച്ചു, പാപത്തിൽ മരിച്ചു, പാപത്തിൽ അടക്കപ്പെട്ടു. പാപമില്ലാത്തവൻ യേശു ക്രിസ്തു, പാപം ചെയ്യാത്തവൻ യേശു ക്രിസ്തു, പാപം ചെയ്യാൻ കഴിയാത്തവൻ യേശു ക്രിസ്തു. ആ യേശു ഭാവികളെ തേടി പാപമില്ലാത്തവൻ ലോകത്തിൽ വന്നതിന്റെ ചരിത്രമാണ്, ഇതിവൃത്തമാണ് വിശുദ്ധ ബൈബിൾ. സുഹൃത്തേ, ഇന്ന് പകൽ താങ്കൾ മനസ്സിലാക്കണം, താങ്കളെ യേശു സ്നേഹിക്കുന്നു. താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ അത് വഞ്ചിക്കുന്നു. എന്താണ് പാപം? മതങ്ങൾ, ലോകം, മതങ്ങൾ പറയുന്ന പാപങ്ങളുണ്ട്. മദ്യപാനം പിടിച്ചവര് കൊലപാതകം, മോഷണം, ബന്ധപക്ഷം, വർഗീയത, വിഭാഗിത, മതാന്തരം, മതതീവ്രവാദം, നിരീശ്വരത്തിന് കൊലപാതകം, ഇതെല്ലാം ലോകം, മതങ്ങൾ പറയുന്ന പാപങ്ങളാണ്. എന്നാൽ ആ വിചാരം, പകാപിണക്കം, ക്രോധക്ഷോഭം, നോക്കിക്ക് അസൂയ, പകാപിണക്കമെല്ലാം പാപത്തിന്റെ പട്ടികയിലാണ്. അസൂയക്കാരെ കൊണ്ട് നിറയുന്ന ലോകം, പാപം നിറഞ്ഞ ലോകം, ക്ഷമിക്കാൻ കഴിയാത്ത ലോകം, അതാണ് പാപം എന്ന് പറയുന്നത്. ഇത് സകല മനുഷ്യരിലുമുണ്ട്. സകല മനുഷ്യരിലും പാപമുണ്ട്. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇനി വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന പാപമുണ്ട്. ദൈവത്തോടുള്ള, ഈശ്വരനോടുള്ള, സർവശക്തനോടുള്ള, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സിദ്ധാവിനോടുള്ള മത്സരമാണ്. യുക്തിവാദം, നിരീശ്വരവാദം, സകലവാദം, അവസരവാദം, സകലവാദത്തിലും കിടന്ന് ചുറ്റം ചുടിചിരിയുന്ന മനുഷ്യ, താങ്കൾ മനസ്സിലാക്കണം, ഈ ലോകത്തെ സൃഷ്ടിച്ചൊരുവനുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ചൊരു മകനുണ്ടെങ്കിൽ നിങ്ങളാണ് സൃഷ്ടാവ്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. അതാണ് സർവശക്തിയുള്ള ദൈവം. ആ ദൈവമാണ് മനുഷ്യനായി ലോകത്തിൽ വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേഷത്തിൽ മനുഷ്യനായി യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താരലോകത്തിൽ വെച്ച് മനുഷ്യനോടുകൂടെ ജീവിച്ച് മനുഷ്യന്റെ പാപത്തിന് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പാപം ചെയ്യാതെ, പാപത്തിൽ മരിക്കാതെ യേശു മനുഷ്യവർഗത്തിന്റെ പാപം വെച്ചുകൊണ്ട് കാൽവറിയിൽ ഒരു യാഗമായി തീർന്നു. യേശുവിന്റെ രക്തം സകല പാപവും നോക്കി ശുദ്ധീകരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ ഒരു തത്വമാണ് ഒരു പാലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നോക്കുക, താമരശ്ശേരിയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ചുരം ഒരു ആദിവാസിയില് ഒരു പ്രത്യേകമായ സമുദായത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ കാണിച്ചു കൊടുത്ത വഴികളിലൂടെയാണ് സായിപ്പ് ആ മലയ്ക്ക് ചുറ്റിനും അത് ഏർപ്പിനുള്ള ഇന്ന് കാണുന്ന സംവിധാനത്തിൽ അത് വളരെ വരുവാനിടയാക്കുന്നു. അയാൾ വഴി കാണിച്ചു, അതിനുശേഷം അയാളെ കൊന്നുകളഞ്ഞു. അയാളുടെ രക്തമാണ് ആ മലയിൽ വീണിരിക്കുന്നത്. ഒരു പാലം പടുമ്പോൾ ആ പാലത്തിന്റെ ഉറപ്പിന് വേണ്ടി കിരാതമായ, ഭയാനകമായ ചിന്തകൾ വെച്ച് പുലർത്തിയ അന്നത്തെ കാലത്തെ മനുഷ്യരും അത് ഉറയ്ക്കുവാൻ മനുഷ്യന്റെ രക്തം കൊടുക്കണമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എത്ര പേരെ കൊന്ന് ഡാം പണിതപ്പോൾ തട്ടിയിട്ടുണ്ട്, പാലം പണിതപ്പോൾ തട്ടിയിട്ടുണ്ട്. മാത്രമല്ല
കോട്ടയത്തിന്റെ പടിഞ്ഞാറ് മേഖല എന്ന് പറയുന്നത് മുഴുവനും അപ്പുറക്കുട്ടൻ കുട്ടനാടുകളാണ്. കുട്ടനാടിൽ ചിറമുറുകുവാൻ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികള് അന്നത്തെ തമ്പ്രാക്കന്മാർ ചിറമുറുക്കുവാൻ രക്തം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം ചീന്താതെ വിമോചനമില്ല. സുഹൃത്ത്, ഇവിടെ കാണുന്ന വഴിത്താരകൾ നോക്കിയാൽ അറിയാം എത്ര രക്തസാക്ഷി മണ്ഡപങ്ങള്. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, രക്തം കൊടുത്തവർ, രക്തം ചിന്തിയവർ, അതിനുവേണ്ടി പടുത്തുയർത്തിയെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ മാനവരാശിയെ പാപത്തിൽ വീണ്ടെടുക്കുവാൻ, പിശാചിന്റെ കരാളഹസ്തങ്ങളിൽ വീണ്ടെടുക്കുവാൻ യേശുവിന്റെ രക്തം അവിടെ ഒഴുക്കപ്പെട്ടു. യേശു ഒരു മതസ്ഥാപകനല്ലായിരുന്നു. യേശു ഒരു മതം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. വെളിവുള്ളവർക്കറിയാം, വിദ്യാഭ്യാസമുള്ളവർക്കറിയാം, മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായം യേശു പറഞ്ഞിട്ടില്ല. തുടങ്ങി വെച്ച മതങ്ങളെല്ലാം മനുഷ്യനാ. മതത്തിനകത്തെ ആരാധനാലയങ്ങളെ മനുഷ്യനുണ്ടാക്കിയതാ. ആ കാണുന്ന പള്ളിയും അപ്പുറത്ത് കാണുന്ന മോസ്കും അതിനപ്പുറത്ത് കാണുന്ന ക്ഷേത്രമല്ല, ഈശ്വരനെ തേടുന്നതിന്റെ ഭാഗമായി നിലകൊള്ളുന്നതാ. കൈപ്പണിയായ പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ, മോസ്കുകളിൽ ഈശ്വരൻ വാസം ചെയ്യുന്നില്ല. പിന്നെയോ ഭൂതലത്തിലൊക്കെ കുടിയിരിക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ആത്മാവിലാണ്, നിന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം മദ്യം കഴിച്ചും പുകവലിച്ചും വ്യഭിചരിച്ചും ചീത്ത പറഞ്ഞും തമ്മിൽ തല്ലിയും അടിച്ചും പിടിച്ചും അസൂയപ്പെട്ടും വാദഗതി ഉയർത്തും തല്ലിയും പിടിച്ചും പാർട്ടിക്കും മതങ്ങൾക്കും വിഷങ്ങൾക്കും ഒക്കെ ഓടി തലച്ചോറ് പണയം വെച്ച് ആരുടെയൊക്കെ പിണിയാളികളായി ജീവിക്കാതെ സ്വതന്ത്രമായി ചിന്തിച്ച് ജീവിക്കുവാൻ, നിത്യരാജ്യത്തിൽ പോകുവാൻ, നിത്യസ്വർഗത്തിൽ. എല്ലാ മതങ്ങളും സ്വർഗരാജ്യ മോക്ഷപ്രാപ്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും അതുണ്ട്. അതുകൊണ്ടാണല്ലോ മരണാനന്തര ശേഷക്രിയകളല്ല, മനുഷ്യന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി. സുഹൃത്തെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു മോക്ഷം കച്ചവടം ചെയ്യുന്നവനല്ല, യേശുവിൽ വിശ്വസിക്കുന്നവന് രക്ഷ. ദേഹം, ദേഹി, ആത്മാവെന്ന ഈ ത്രിയേകടകമുള്ള ഈ ശരീരത്തിൽ മരിക്കുമ്പോൾ ശരീരം അവരുടെ വിശ്വാസം അനുസരിച്ച് ഒന്നില്ല കത്തിച്ചു കളയും, അല്ലെ കുഴിച്ചിടും, അല്ലെ ഖബറടക്കും. അത് മൂന്നും ആവശ്യമാണ്. എന്നാൽ മനസ്സ്, ചിന്ത അതെല്ലാം ഇവിടെ അവസാനിക്കും. ജഡം ഇവിടെ അവസാനിക്കും. പക്ഷെ ആത്മാവ് അയച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ പേരാണ് മരണം. മരണമുണ്ട്, മരണമുറപ്പ് സമയം നിശ്ചയമല്ല. മരണത്തിനുമപ്പുറം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതിന്റെ പേരാണ് നിത്യജീവൻ. നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ പാപ സ്വഭാവങ്ങളെയും വിട്ടുപിരിയണം. വിട്ടുപിരിഞ്ഞേ മതിയാകൂ. എല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. യേശുവേ ഏകമധ്യസ്ഥൻ യേശുവ. ആ യേശുവിനോട് പറയണം, കർത്താവേ എന്നോട് കരുണ തോന്നണം, ഞാനൊരു പാപിയാ, ഞാൻ ചെയ്തു പോയിട്ടുള്ള അറിഞ്ഞു മറിയാതെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. യേശു നിന്നെ ക്ഷമിച്ച് നിന്റെ ഹൃദയത്തിൽ സമാധാനം നൽകി പാപമോചനം വരുത്തി നിത്യരാജ്യത്തിന്റെ അവകാശികളായി തരും. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരിക്കുന്നവരെല്ലാം ഒരു സ്ഥലത്തേക്കല്ല, മരിക്കുന്നവരെല്ലാം രണ്ട് സ്ഥലത്തേക്കാ. മരിക്കുന്നവരെല്ലാം രണ്ട് സ്ഥലത്തേക്കാ. ഈ ലോകത്തിൽ പാപം ചെയ്ത് മദ്യം കഴിച്ച് ഈ വിധ സത്യന്മകൾ നടത്തി പോലീസ് സ്റ്റേഷനിലും കയറി, കോടതിയിലും കയറി, ജയിലിലും കിടന്ന് സാമൂഹ്യ വിരുദ്ധന്മാരും ഇവിടുത്തെ ഇസങ്ങൾക്കും പ്രത്യാശാസങ്ങൾക്കും ഒക്കെ ഓടി, മതങ്ങൾക്ക് വേണ്ടി ഓടി, വാളെടുത്ത്, കത്തിയെടുത്ത്, ബോംബെടുത്ത് ജീവിച്ച അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അവന്റെ പേരാണ് പാപി. ആ പാപി മരിക്കുമ്പോൾ അവന് നിത്യ നരകമാണ്. കെടാത്ത തീ, ചാകാത്ത മുഴുവൻ അനുഭവത്തിലേക്ക് അവന്റെ ആത്മാവിനെ തള്ളിയിടും. സുഹൃത്ത്, ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ടാണ് ലൂക്കോസിന് വിശേഷം പറഞ്ഞത്, മരിച്ച മനുഷ്യർ രണ്ട് സ്ഥലത്താണ്. ഒന്ന് തീയുടെ പുറത്ത്, രണ്ട് ദൈവസന്നിധി എന്ന ദൈവ സാന്നിധ്യമുള്ള ഇടത്താണ്. അത് ആത്മാക്കളാണ്. ആത്മാക്കൾ നമ്മുടെ ശരീരത്തെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. 2025 വർഷങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തെ വീശെന്നും ഏടിയെന്നും രണ്ടായി പുറത്തു മാറ്റി കാലത്തിന്റെ നെറുകയിൽ ആരക്ഷകൻ ജനിച്ചപ്പോൾ ദൂതന്മാർ പറഞ്ഞു, സകല മാനവരാശിക്കുമുള്ള രക്ഷ അതെ കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ടുകൊള്ളുവിൻ. യേശു മാനവരാശിയുടെ രക്ഷകനാണ്, സർവ്വജാതിയുടെയും രക്ഷകനാണ്, സകല മനുഷ്യരുടെയും രക്ഷകനാണ്. ദൈവത്തിന് ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല. യേശുവിന് മതമില്ല, ജാതിയില്ല. സകല ജാതിയുള്ള മനുഷ്യർ, അവന് ജാതി ഉണ്ടാക്കിയത് മനുഷ്യനാണ്. നമുക്കറിയാം, ഓഹോ ഊഹേ ആഹേ വെച്ച് കിടന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. മിഷണറിമാരാണ് തന്നെ മാറ്റങ്ങൾ വരുത്തിയത്, പരിവർത്തനമുണ്ടായത്. ഇത്രയടി എന്നൊക്കെ പറഞ്ഞു നിന്ന കാലഘട്ടമുണ്ടായിരുന്നു. അതെല്ലാം സുവിശേഷം മാറ്റി, സുവിശേഷ വികസനം കൊണ്ടുവരുന്നു, സുവിശേഷം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, സുവിശേഷ സമാധാനം കൊണ്ടുവരുന്നു, സുവിശേഷ സമൃദ്ധി കൊണ്ടുവരുന്നു. അത് ഇരുണ്ട ഭൂഖണ്ഡത്തിൽ നരഭോജികളെടുക്കൽ സുവിശേഷം ചെന്നപ്പോൾ അവർ നരസ്നേഹികളായി മാറി. കേരളത്തിന്റെ 100 വർഷത്തെ ചരിത്രം പഠിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആടുന്ന എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും പങ്കുണ്ടെങ്കിലും ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇത്രയും മാറ്റങ്ങൾക്ക് ഹൃദയം വരുത്തുവാനിടയായത്. സുഹൃത്തിന്റെ പ്രഭാഷണത്തിന് അടിക്കുത്തിടാൻ പോവുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു വിശ്വസിക്ക്. ഹൃദയ
ഹൃദയത്തെ കൊടുക്ക്, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്ക്, ഒരു പുതിയ മനുഷ്യനായി തീര്. അത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഒരുവന്റെ ആസന്നമായിരിക്കുക. കൂടുതൽ സത്യങ്ങൾ അറിയാൻ ഞങ്ങൾ തരുന്ന പ്രാക്ടിൽ വിശദവരങ്ങളുണ്ട്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടൂ. ദൈവം നിങ്ങൾ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെയാണ്.